എന്താ ഇവിടെ എല്ലാവരും വന്ന് കുത്തിരിക്കണേ? ഇവിടെ സദ്യവട്ടങ്ങളൊന്നും ഒരുക്കിയിട്ടില്ലല്ലോ. വിവരം എന്താണെന്ന് അറിഞ്ഞിട്ട് പോകാമെന്ന് കരുതി നിൽക്കുക അവര്. എന്ത് വിവരം? മണിസ്വാമി കുറച്ചുപേരെ കുടിയൊഴിപ്പിക്കാൻ പോണൂന്ന് കേട്ടു. അതെ, മണിസ്വാമി എന്നോട് ആ വിവരം സംസാരിച്ചിരുന്നു. ഇവിടെ നിന്ന് കുറെ പേരെ കുടിയൊഴിപ്പിക്കേണ്ടത് ഒരാവശ്യമാണ് താനും. എന്തേ താനുണ്ടായില്ലേ? ജോസഫ്, മനുഷ്യത്വം കാണിച്ചതിന്റെ പേരിൽ എനിക്ക് പഴി. മാറിയില്ലടോ. നമസ്കാരം സ്വാമി. വാടക കുടിശ്ശ ഇട്ടവരെല്ലാം പരം ജയിക്കാൻ പോവാം. ഞാനല്ല, മണിസ്വാമി. ഉടനെ കുടി കുളിപ്പിക്കുന്നത് വാസുദേവൻ ഭാവതയും ടീക്കട ഔബക്കറയും. നിങ്ങൾക്കെല്ലാം പോവാം. പാവങ്ങള് അല്ലാതെ പേടിച്ചു പോയി. ആ വായനശാലയും ഒളിയണം. അയ്യോ, അപ്പൊ ഞാൻ എങ്ങോട്ട് പോകും സ്വാമി? എങ്ങോട്ട് വേണമെങ്കിലും പോകலாம். ഇതൊന്നും എന്റെ കയ്യിൽ നിൽക്കുന്നതല്ല തോവാളെ. പിന്നെ ആരുടെ കയ്യിലാ സ്വാമി? മണിസ്വാമിക്ക് കല്യാണ മണ്ഡപം കെട്ടണമെന്ന് മറ്റോ പറഞ്ഞു. സ്വാമി, എന്നോടിത് കാണിക്കുന്ന നന്ദി കേടാ. സദാസമയം സ്വാമിയെ മനസ്സിൽ ധ്യാനിച്ചു കഴിയുന്ന എന്നോട് പുഷ്പങ്ങൾ കൊണ്ട് സഹസ്രനാമം ചൊല്ലും സഹസ്രനാമയ്യർ സ്വാമി. ശർക്കര കൊണ്ടോ ശർക്കര കൊണ്ടോ ഒരു തുലാഭാരം ചെയ്യാം സ്വാമി. കഥാപ്രസംഗി. ശർക്കര കുണ്ട ശർക്കര സ്വാമി. അല്ല, എങ്ങനെ? ശർക്കര കൊണ്ടോ ശർക്കര കൊണ്ടോ. മതി. താൻ കുറെ കഥാപ്രസംഗം എഴുതിയിട്ടുണ്ടല്ലോ. നാളെ കാലത്ത് നാളെ കൊണ്ടുപോയി തുലാഭാരം കഴിച്ചിട്ട് പോയാൽ മതി. ഇല്ലെങ്കിൽ ഞാൻ വന്ന് പിടിച്ചിറക്കും. എന്നെയോ? എടാ കുശിനി, നീയും നിന്റെ കഴുത്തറപ്പൻ സാമിയും ഒത്തുപിടിച്ചാ നടക്കല്ല, അറിയാവോ? കുടിയൊഴിപ്പിക്കാൻ അങ്ങോട്ട് വന്നേരെ നിന്റെ കൊടലെടുത്ത് ഞാൻ കൊണ്ടാട്ടം ഉണ്ടാക്കും. മിലിറ്ററി മാക്രി. ജോസഫേട്ട, അത് ചിലപ്പോ നടന്നേക്കും. ഞാൻ പോണില്ലേട്ടാ. പോരെ? ഇവിടെ വിട്ടാൽ എന്തെങ്കിലും ജോലി കിട്ടാതിരിക്കില്ല. നീ ഇവിടെ വിട്ടാൽ ഭാഗവതരാര് നോക്കും? മകന്റെ കുട്ടി ഉടുപ്പ് വിട്ട് അച്ഛനെയും താങ്ങി ഇവിടെ കഴിയുന്നത് അപകടമാണ് അബുക്ക. എങ്ങനെയെങ്കിലും കുറെ കാശുണ്ടാക്കണം. കറക്റ്റ്. അബൂബായി, എല്ലാം കെട്ടിപ്പെറുക്കിക്കോ. കച്ചേരി സ്വാമി നാളെ കുടിയൊഴിപ്പിക്കാൻ പോകുന്നു. കുടിയൊഴിപ്പിക്കാനോ? ആരെ? വാസുദേവൻ ഭാഗവതരെ ആദ്യം, ശങ്കരന് ഉൾപ്പെടും, പിന്നെ നിങ്ങളെയും. വായനശാല ഇടിച്ചു പൊളിച്ച് അവിടെ ഒരു കല്യാണ മണ്ഡപം പണിയാൻ പോകുന്നെന്ന്. അങ്ങനെ ഞാനും വെളിയിലാവും. നമുക്കെല്ലാവർക്കും കൂടി അമ്പലത്തിണ്ണയിലെങ്ങാനും കൂടാ. കുടിയൊഴിപ്പിക്കാൻ പോകുന്നു എന്നൊരു സംസാരം ഞാനും കേട്ടു. ആരെ കുടിയൊഴിപ്പിക്കാനാ പൂക്ക? ഇതൊന്നും ആരുടെ സ്വന്തമൊന്നുമല്ല. ദേവിയുടെ വകയാ അഗ്രഹാരവും തെരുവൊക്കെ. നമ്മൾ കരമെടുക്കുന്നത് ദേവസ്ഥന്റെ പേരില്ല. ഇനി വരട്ടെ, അവകാശം പറഞ്ഞു. കച്ചേരി മണിയും സഹസ്രനാമവും അവന്റെ ചിന്ന എടിക്കരുതേ. ഉണത്താൻ വേണ്ടി വീട്ടിൽ പോ. എങ്ങട്ടാ? ഞാനും കൂടെ. അവിടെ എങ്ങും സ്ഥലമൊന്നുമില്ല. അവളെ നമുക്കും കിടക്കാൻ നോക്കാം. അപ്പൊ ഭായി, ഞാനും കൂടി ഇവിടെങ്ങാനും ഇവിടെങ്ങാനും കിടന്നോ? പാടരുത്. ഇല്ല. ആ കുട്ടി ഒരാളെ സ്നേഹിച്ചു പോയി. അതിനെന്തിനാ ശങ്കരൻ ഇത്രയും ബഹളം വയ്ക്കുന്നത്? തുറന്ന് സംസാരിക്കില്ല ആരോടും. അതാ ശങ്കരന്റെ കുഴപ്പം. ഭാമയെ പോലെ വിളിച്ചു പറയുന്നില്ല. രൂപ, ശങ്കരൻ എന്റേതാവുമോ? ആർക്കും ആരെയും സ്വന്തമാക്കാൻ വല്ല ഭാമ. ശങ്കരനെ ഞാൻ സ്നേഹിക്കുന്ന പോലെ ഈ ലോകത്തിൽ ഒരു പെൺകുട്ടിയും ഒരു പുരുഷനെ സ്നേഹിച്ചു കാണില്ല. All lovers think like that. Illusion. Just illusion. ഒരു കാര്യവുമില്ല. ഭാമ, how sad. ഇത് നടക്കും. ഇത് നടക്കണം. രൂപയുടെ ദൈവത്തിനോട് എനിക്ക് ശങ്കരന് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാ ദൈവങ്ങളും ഒന്നാണ് ഭാമ. അവർക്കൊരു പൂജാമുറി ഈ ലോകം. സ്നേഹമാണ് അവിടുത്തെ മന്ത്രം, അവിടുത്തെ ഫിലോസഫി അമ്മ. അസ്തമയങ്ങളെ, നിങ്ങളോട് എനിക്ക് പരാതിയില്ല. നാളത്തെ ഉദയമാണ് എൻ്റെ പ്രതീക്ഷ. അതിലേക്കാണ് എൻ്റെ യാത്ര.
കല്യാണം തങ്കമണിക്ക് കല്യാണം. അയ്യോ പാവം, കുറച്ചുനാൾ ഇല്ലാതിരുന്ന വീണ്ടും ഇളകി. അവന്റെ അപ്പനും ഭ്രാന്തായിരുന്നു. തങ്കമണിക്ക് കല്യാണം. രാവിലെ ഇറങ്ങിയിരിക്കുന്നു പെണ്ണുങ്ങളെ തുണി കാണാൻ. നാണമില്ലല്ലോ. വരുന്നേ വാ, എനിക്ക് പോയിട്ട് ജോലിയുണ്ട്. ചിന്ന തങ്കമണിക്ക് കല്യാണം. നിന്നാണ് സത്യം ചിന്ന, ഞാൻ എല്ലാം പറയാം, നീ ഇവിടെ ഇരി. ശരി, കല്യാണോ? പെണ്ണാര്? മാമന്റെ മകൾ. അണ്ണനേത് മാമേ? എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. എനിക്ക് അറിഞ്ഞുകൂടായിരുന്നടി. ഇന്നലെ വീട്ടിൽ വന്നിരുന്നു മാമനും മകളും. ഒരു കാറില് വെള്ളിത്തട്ടം നിറയെ വെരില, പാക്ക്, രൂപ നിറയെ പണവടി അവർക്ക്. ഒരേ ഒരു മകള് വള്ളി. പാവം 4 മാസം വയറ്റില്. എന്നെ 4 മാസം? ആ 4 മാസം ഗർഭിണിയുടെ അവള്. അയ്യോ അയ്യോ അണ്ണാ. ചിന്ന മാമൻ വന്ന് അമ്മേരെ കാല് പിടിച്ച് അക്ക കാപ്പാത്തണം 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 ഒരേ പിടി. അതുകൊണ്ട് ഞാൻ കെട്ടാൻ സമ്മതിച്ചടി. പിന്നല്ലാതെ കുലത്തൊഴിൽ പൂക്കച്ചവടം, പൂ പോലൊരു പെണ്ണ്, മാമന്റെ മകള്, ഒഴുക്കുത്തേറ്റുപോയി. മാനം കാക്കണ്ടേ? നിങ്ങൾ കെട്ടിയ മാല തിരിച്ചു കിട്ടോ? കിട്ടും. വയറ്റിൽ കിടക്കുന്ന കുട്ടിക്ക് അച്ഛനോ? ഞാൻ കുട്ടിയെ ഞാൻ വളർത്തും. നാനി 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 ഓയ്. അത് മറ്റല്ല, മാമൻ എനിക്ക് ഇവിടെ ഒരു ഹോൾസെയിൽ പൂക്കട ഇട്ടുതരാന്ന് പറഞ്ഞിട്ടുണ്ട്. ചിന്ന നീ തന്നെ എന്നും എന്റെ കച്ചവടം തുടങ്ങണം, ഐശ്വര്യമായിട്ട്. ഗജമുഖ വിലാസന്മാര് നിറയെ കാശ് സമ്പാദിക്കണം. പാതി എനിക്ക്, പാതി നിനക്ക്. ആ പിന്നെ നമ്മുടെ കുതിരസ്വാമിയെ കെട്ടി എഴുന്നള്ളിച്ച് നിന്റെ കല്യാണം ഈ തങ്കമണി എണ്ണം നടത്തും. പോയാ? അയ്യോ ഊരൂരാ പോയി ചൊല്ലണം, ഞാൻ പോട്ടും. പോയാ മണ്ട പണ്ടാരോ. എന്റെ മോളെ ഞാൻ തോന്നിയതുപോലെ വളർത്തും. നീ ആരാടാ ചോദിക്കാൻ? അവളാണ് നമുക്ക് ചോറ് തരുന്നത്. നീ ഞാനും തെണ്ടികളാ, തെണ്ടികൾ. തമ്പുരു കാവൽക്കാരനായുള്ള പൂജാമുറിയിലെ നിലവിളക്കിനെ പേടിക്കുന്ന ഇരുട്ട്, ദൈവങ്ങളുടെ മണം. എന്തു രസമാ ശങ്കരന്റെ വീട്. ശങ്കര, ഇന്ന് കാലത്ത് ശബ്ദം കേട്ടില്ല. അന്വേഷിച്ചപ്പോ ഇന്നലെ വീട്ടിൽ പോയില്ല എന്നറിഞ്ഞു. ശങ്കരന്റെ അച്ഛൻ രാവിലെ വീട്ടിൽ വന്നിരുന്നു. വാടക കുടിശ്ശിക തീർക്കാൻ കുറച്ചുകൂടി സമയം വേണമെന്ന് പറയാൻ. സമയം കൊടുക്കില്ലെന്ന് അച്ഛന്റെ വാശി. എങ്കിൽ വാടകയെ കൊടുക്കില്ലെന്ന് ഭാഗവതർ. വഴക്കായി, ചീത്ത വിളിച്ചു മണിസ്വാമിയെയും. ഇന്ന് തന്നെ കുടിശ്ശിക തീർത്തില്ലെങ്കിൽ ഒഴിപ്പിക്കണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് മണിസ്വാമി. അച്ഛൻ വെറും നോട്ടക്കാരനാ. അവകാശം മുഴുവനും മണിസ്വാമിക്കാണ്. എന്തവകാശം? വഴക്കിനൊന്നും പോണ്ട. ദാ 800 രൂപയുണ്ട്, എന്റെ രൂപയാണ്. ഇത് അച്ഛന് കൊടുത്ത് വാടക കുടിശ്ശിക തീർക്കണം. വേണ്ട. എന്താ, ഞാൻ തരുന്നോണ്ടാണോ? അതെ. ശങ്കരനും ഭാഗവതരും ശങ്കരന്റെ പുതിയ അമ്മയും തങ്കച്ചിയും ആ വീട്ടിൽ തന്നെ കഴിയണമെന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നുപോയതാണ്. അല്ലാതെ മറ്റുദ്ദേശമൊന്നുമില്ല. കടത്തിണ്ണയിൽ കഴിയാതെ വീട്ടിലേക്ക് തിരിച്ചു പോണം. കാലത്ത് ഗായത്രി മന്ത്രം കേട്ട് കുളിക്കണം. പൂജാമുറിയിൽ സാധകം ചെയ്യണം. നല്ല ആഹാരം കഴിക്കണം. എനിക്കൊന്നിനും വേണ്ടിയല്ല. എന്റെ കയ്യിൽ നിന്ന് രൂപ വാങ്ങിച്ചാൽ പകരം എനിക്ക് പ്രേമലേഖനൊന്നും എഴുതി തരണ്ട. ഇവിടുന്ന് പോകാതിരുന്നാ മതി. ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയി.